അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വലിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. തിരുനാമം വാഴ്ത്തിപ്പാടുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ വർണ്ണിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാകുന്നു. സകല ദേവന്മാരെക്കാൾ ഭീതിതനാകുന്നു. ജനതകളുടെ ദേവന്മാർ വ്യാജമൂർത്തികളാകുന്നു. കർത്താവോ ആകാശത്തിന്റെ സൃഷ്ടാവാകുന്നു. മഹത്വവും തേജസ്സും തിരുസന്നിധിയിലാകുന്നു. ശക്തിയും സ്തുതിയും വിശുദ്ധ മന്ദിരത്തിലും. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തേക്ക് ബഹുമാനമേകുവിൻ. തിരുനാമത്തിന് ആദരം നൽകുവിൻ. കാഴ്ചകളുമായി അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. തിരുമുറ്റത്ത് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ തിരുസന്നിധിയിൽ വിലകൊള്ളുന്നു. കർത്താവ് വാഴുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് ഭൂമിയെ ഇളകാതെ ഉറപ്പിച്ചു നിർത്തി. അവിടുന്ന് ജനതകളെ ന്യായപൂർവ്വം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ. ഭൂതലം ആനന്ദിക്കട്ടെ. സമുദ്രം അതിന്റെ നിറവിൽ ഉല്ലസിക്കട്ടെ. വയലും അതിലുള്ളവയും പുഷ്ടിപ്പെടട്ടെ. ലോകത്തെ വിധിക്കാൻ വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ സ്തുതി പാടട്ടെ. അവിടുന്ന് ലോകത്തെ നീതിയോടെയും ജനതകളെ വിശ്വസ്തയോടെയും വിധിക്കും. കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമി ആനന്ദിക്കട്ടെ. ദൈവസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. മേഘപടലങ്ങൾ അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയിലും ന്യായത്തിലും അവിടുന്ന് തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുമുമ്പിൽ അഗ്നി ജ്വലിക്കുന്നു. വൈരികളെ അത് ദഹിപ്പിക്കുന്നു.
പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ മലകൾ മെഴുക പോലെ ഉരുകുന്നു. ആകാശം ദൈവനീതി പ്രഘോഷിക്കുന്നു. ജനതകളെല്ലാം ദിവ്യമഹത്വം ദർശിക്കുന്നു. ബിംബാരാധകരും വിഗ്രഹ സേവകരും ലജിക്കട്ടെ. മാലാഖമാരെല്ലാം അവിടുത്തെ ആരാധിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ന്യായവിധികൾ കേട്ട് സിഹിയോൻ സന്തോഷിക്കട്ടെ. യൂദായുടെ പുത്രിമാർ ആനന്ദിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഭൂമിയേക്കാൾ ഉന്നതനാകുന്നു, സർവ്വദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. കർത്താവിന്റെ സ്നേഹിതർ തിന്മയെ ദ്വേഷിക്കുന്നു. തന്റെ നീതിനിഷ്ഠരുടെ ആത്മാക്കളെ അവിടുന്ന് പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുന്നു. നീതിനിഷ്ഠർക്ക് പ്രകാശം ഉദിച്ചു, പരമാർത്ഥ ഹൃദയർക്ക് ആഹ്ലാദമുണ്ടായി. നീതിനിഷ്ഠരെ കർത്താവിൽ ആനന്ദിക്കുവേ, അവിടുത്തെ പരിശുദ്ധി പ്രകീർത്തിക്കുവേ. കർത്താവിന് പുതിയ കീർത്തനം പാടുവേ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു. അവിടുത്തെ വലതുകരവും വിശുദ്ധ ഭുജവും അവരെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ രക്ഷ കാണിച്ചിരിക്കുന്നു, ജനതകളുടെ മുൻപാകെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഭവനത്തോടുള്ള കൃപയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ഭൂതലം മുഴുവൻ ദർശിച്ചിരിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവേ, ആഹ്ലാദിക്കുവിൻ, ആലപിക്കുവിൻ, പുകഴ്ത്തുവിൻ. കിന്നരമീട്ടെ കർത്താവിനെ കീർത്തിക്കുവേ, വാദ്യഘോഷത്തോടെ സ്തുതിക്കുവേ, കാഹളം മുഴക്കി രാജാവായ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രം അതിന്റെ നിറവിൽ ഇളകി മറിയട്ടെ, ഭൂമിയും അതിലെ നിവാസികളും ആഹ്ലാദിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കാട്ടാറുകൾ കൈയടിക്കട്ടെ, പർവ്വതങ്ങൾ സ്തുതി പാടട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, ലോകത്തെ ന്യായത്തോടെയും ജനതകളെ നീതിയോടെയും വിധിക്കാൻ അണയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നീ ദൈവസല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. പാവനരാകും ശ്ലീഹന്മാർ ദൗത്യം പരിചിൽ കൈക്കൊണ്ടു, നാനാദിക്കിലും ഒരുപോലെ നവസുവിശേഷം ഘോഷിച്ചു. അവരുടെ ബോധനമീധരയിൽ ഉദയാർക്കൻ പോൽ പ്രഭവീശി. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. ശ്ലൈഹിക വേല തുടർന്നിടാൻ ശ്ലീഹർ ദൗത്യം കൈമാറി. മൽപ്പാന്മാരും വൈദികരും ദൗത്യം മുതമൊടു കൈക്കൊണ്ടു. പൗരോഹിത്യം തിരുസഭയിൽ പുളിമാവിൻ സമമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മത്സരമേറിടുമോട്ടത്തിൽ വിജയവിരാജിതരായോരെ, ബലവത്താകും തോളുകൾ പോൽ സഭയിൽ നിങ്ങൾ നിലകൊള്ളൂ. ശാന്തി ജഗത്തിനു കൈവരുവാൻ നാഥനോടർത്ഥന ചെയ്യണമേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ, പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ,
മൽപ്പാന്മാരും നീതിയഴും ധന്യരമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ റോമാലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ